Hola amigos. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? എന്താ? Khor Fakkan. അപ്പോൾ നമ്മൾ ഷാർജന്റെ എന്താ പറയാ മരുഭൂമിയൊക്കെ വിട്ട് അല്ലേ വേറൊരു അതെ ഈ അറേബ്യൻ മണലാരണ്യങ്ങളൊക്കെ വിട്ടിട്ട് ഇപ്പോ അറേബ്യൻ എന്താ പറയാ മല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാണ് സെറ്റല്ലേ എൽജോ ഫുൾ കാറുണ്ട് രണ്ട് വണ്ടിയിലാണ് വന്നിട്ടുള്ളത് നമ്മളെ രണ്ട് വണ്ടികൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അല്ലേ വ്യത്യസ്തമായിട്ടുള്ള മരുഭൂമികളൊക്കെ മാറി ഇപ്പൊ എന്താ വെച്ചാൽ കാണുന്നത് മൊത്തം മലകളാണ് നല്ല കല്ല് മല എന്താണ് പറയാനുള്ളത് എവറസ്റ്റ് ടെസ്റ്റ് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മളെ സോലിന്റെ പേര് വെച്ച് മൂപ്പര് നമ്മളെ അടുത്ത വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോയിൽ തൊപ്പിയാണ് പാവന്റെ സാരി അതിനെ പറ്റി എന്താ പറയാനുള്ളത് ചെക്കൻ ഇന്നലെ രാത്രി പെരുന്നാൾക്ക് വേണ്ടി നല്ലൊരു കണ്ണാടി തൊപ്പി വാങ്ങിയിട്ട് അതും മാസങ്ങൾ മുമ്പ് ഇട്ട പ്ലാനാ ആ തൊപ്പി കേറി പോകുന്നില്ലോണിയാണ് ഇജാസ് നമ്മളെ കൂടെയുള്ള ഒരുപാട് കായിക രംഗത്ത് ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തികളാണ് ഇപ്പൊ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ട കണ്ണൂരിൽ നിന്നും റാസിഖ് ആലപ്പുഴക്കാരൻ സാലിഹ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടൊരു മൂള് നീ പെണ്ണാണു നീ എന്റെ പൊന്നാത്തി പെണ്ണാണു നീ എന്റെ പൊന്നാമ്പൽ പൂവാണു നീ എന്റെ പൊന്നാമ്പൽ പൂവാണു ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനായി കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് ഈ പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചിലാ അയാ പെയ്തു പോയ വെള്ളം കര കവിഞ്ഞൊഴുകുമ്പോൾ പോയ പക്കത്തിരുന്ന് ഞാൻ പയം പോയുങ്ങി അങ്ങനെ പൊയുങ്ങിയ പയമങ്ങ് വഴുതിപ്പോയി ഫുള്ള് മല നിരകാണല്ലേ പക്ഷെ അതിന്റെ സൈഡിൽ എന്തോ മറ്റെന്തോ പൂശിക്കണല്ലോ സിമെന്റ് പൂശായിരിക്കും അല്ലേ പൊളിഞ്ഞു വേണ്ടിട്ട് സംഭവം ഫുള്ള് വെഴുന്നുണ്ടാക്കി റോഡാട്ടോ സംഭവം പക്ഷെ നമ്മളെ ഷാർജ അജ്മാൻ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന മരുഭൂമികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നല്ല ടേസ്റ്റ് ടാക്സി ഡ്രൈവർ ജാഫർ ഇതാട്ടപ്പൊ നമ്മളെ ഈത്തപ്പഴൊക്കെ ഇങ്ങനെ അല്ലെ പഴുക്കാൻ ഇങ്ങനെ റെഡി ആയി ഇങ്ങനെ നിൽക്കാണ് അല്ലേ ചോന്ന ആ മസറാണ് ഈ കാണുന്നത് അറബികളുടെ അതെ മസറ എന്ന് പറയുമ്പോ നമ്മുടെ എന്താ പറയാ ഈ നമ്മൾ ഈ വളർത്താൻ വേണ്ടിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു കൃഷി തുടങ്ങിയ സംഭവങ്ങളൊക്കെ പക്ഷെ നമ്മള് തൊഴുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീടിനോട് ചേർന്നിട്ടല്ല ഒരു സ്പെഷ്യലായിട്ട് വേറൊരു ലൊക്കേഷൻ എടുത്തിട്ട് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് കൂടുതല് ഒട്ടകം അതുപോലെ ആടിനൊക്കെ വളർത്തിയിട്ട് അങ്ങനെയുള്ളൊരു സംഭവം അതാണ് മസറ എന്ന് പറയുന്നത്. ഷാർജ ഖോർ ഫക്കാൻ ഹൈവേയിൽ ഏകദേശം 5ഓളം ടണലുകൾ വരുന്നുണ്ട്. അതിലെ ആദ്യത്തെ തുരങ്കപാതയാണ് അൽ റോഹ് ടണൽ. ഏകദേശം 1.3 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു തുരങ്കപാതയാണിത്. പിരമിഡ് നമ്മളെ ഡ്രൈവർ പറയുന്ന പിരമിഡിന്റെ മുമ്പിലൂടെയാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. പറഞ്ഞ പിരമിഡാണ് ഈ കാണുന്നത്.
ആ ചെറിയ ഏത് ഇതാണ് മറ്റേ അണക്കെട്ട്. അണക്കെട്ടിന്റെ അടുത്ത് നമ്മള് ഇപ്പൊ സൈഡില് ഉള്ളത് മലകൾ കഴിയുന്നില്ല കേട്ടോ. ഓരോ മല കയറുന്ന ഇറങ്ങുന്ന അടുത്ത മല ഇറങ്ങുന്ന. കിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഷാർജ എമിറേറ്റ്സിന്റെ ഒരു നഗരം കൂടിയാണ് ഖോർഫുഗാൻ. ഭൂമിശാസ്ത്രപരമായി ഫുജൈറ എമിറേറ്റ്സിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഫുജൈറ സിറ്റി കഴിഞ്ഞാൽ കിഴക്കൻ തീരത്തെ രണ്ടാമത്തെ വലിയ നഗരം കൂടിയാണ് ഖോർഫുഗാൻ. 2 താടിയെല്ലുകളുടെ അരുവി എന്നർത്ഥം വരുന്ന ഖോർഫുഗാൻ ഉൾക്കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ്ടോ ഖോർഫുഗാനിലെ വാട്ടർഫാൾ അല്ലേ? ഇതിനടുത്തോ? എടാ ഇത് മറ്റേ ഇതല്ലേ, നാച്ചുറൽ അല്ലല്ലോ മച്ചാ, ആർട്ടിഫിഷ്യൽ അല്ലേ? അല്ലേ? അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ. അതായത് മോട്ടറിന് അടിച്ചിട്ട് മോട്ടർ. വെളുത്ത മണൽ ബീച്ചുകളും പവിഴപ്പുറ്റുകളും കാരണം നിരവധി സമുദ്രജീവി പ്രേമികളെ ആകർഷിക്കുന്നതിനാൽ വിനോദസഞ്ചാരികൾക്കിടയിൽ ഖോർഫുഗാൻ ഒരു ജനപ്രിയ സ്ഥലമാണ്. ഖോർഫുഗാൻ ബീച്ച് പട്ടണത്തിന്റെ മധ്യഭാഗത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. UAEയുടെ കിഴക്കൻ തീരത്ത് ഷുമൈലിയ പർവ്വതനിരകൾക്കും അറബിക്കടലിനും ഇടയിലാണ് ഈയൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഖോർഫുഗാനിൽ നിന്നും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സാഫ് വ്ളോഗ്.